ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ പരസ്യ പ്രചാരണത്തിന് സമാപനം. ഇനി വോട്ടെടുപ്പ് ദിനമായ വ്യാഴാഴ്ച വരെ നിശബ്ദ പ്രചാരണം. കേരളത്തിൽ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് സുരക്ഷ ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG, PNG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്നും കേന്ദ്രം. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഇന്റർ കാശി പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സംസ്ഥാനത്ത് പൂർത്തിയായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മണ്ഡലങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയിലും ബൈക്ക് റാലിയിലും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കൊടിത്തോരണങ്ങളുടെ വർണ്ണക്കാഴ്ചകളും ജനസമുദ്രവും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചേർന്നതോടെ കൊട്ടിക്കലാശത്തിനുടനീളം തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട വീര്യം ദൃശ്യമായി. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. എറണാകുളം ജില്ലയിലെങ്ങും കൊട്ടിക്കലാശത്തിൽ ആവേശം വാനോളം ഉയർന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലും LDF, UDF, NDA മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ ആഹ്ലാദാരവത്തിലായിരുന്നു. ഒരു റിപ്പോർട്ട്. വിവിധയിടങ്ങളിൽ മുന്നണികൾ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചെങ്കിലും എല്ലായിടത്തും സമാധാനപരമായിട്ടാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ഉച്ച മുതൽ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തിയിരുന്നു. തുടർന്ന് 4 മണിയോടെ അതത് കേന്ദ്രങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും ആവേശം അലകടലായി. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഓരോയിടത്തും അണിനിരന്നത്. തൃപ്പൂണിത്തുറ, കളമശ്ശേരി, പറവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDF, UDF, NDA മുന്നണികളുടെ കൊട്ടിക്കലാശം ഒരേ കേന്ദ്രത്തിലാണ് നടത്തിയത്. പറവൂരിലെ പ്രശസ്തമായ നമ്പൂരിച്ചനാൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവും UDF സ്ഥാനാർത്ഥിയുമായ VD സതീശൻ, LDF സ്ഥാനാർത്ഥി ET ടൈസൺ, NDA സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാർ എന്നിവരുടെ കൊട്ടിക്കലാശം നടന്നത്. തൃപ്പൂണിത്തുറയിൽ സ്റ്റാച്യു കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിന് പുറമെ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും പരസ്യപ്രചാരണം അവസാനിച്ചു. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23 വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. പശ്ചിമ ബംഗാൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്നായിരുന്നു. ഈ മാസം 23-നും 29-നും 2 ഘട്ടങ്ങളായാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ്. കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 160 സംഘം കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈകുന്നേരം മുതൽ 48 മണിക്കൂർ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾക്ക് ഈ മാസം 29-ാം തീയതി വൈകുന്നേരം 6 മണിവരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇനിയുള്ള 48 മണിക്കൂർ സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണമാണ്. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റ് വിനോദ പരിപാടികൾക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴിയും റേഡിയോയിലൂടെയുമുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയൊരുക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 2500 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യൽ യൂണിറ്റുകളെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ വേറിട്ട മാതൃക. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും
ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്നത് മുതിർന്ന പൌരന്മാരായിരിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ആദരവൊരുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 229 പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ മുതിർന്ന പൌരന്മാർ ആദ്യ വോട്ടർമാരാകും. അനുഭവ സമ്പത്തിനോടുള്ള ആദരവും പൌരബോധവും ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ മാതൃകാപരമായ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മുതിർന്നവർക്ക് വോട്ട് ചെയ്യാൻ നേരത്തെ എത്താമെങ്കിൽ മറ്റുള്ളവർക്കും അത് സാധിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്നത്. യുവ വോട്ടർമാരെ പ്രചോദിപ്പിക്കാനും വോട്ടിംഗ് ഒരു പൌരധർമ്മമാണെന്ന ബോധ്യം പുതിയ തലമുറയിൽ വളർത്താനും ഈ നീക്കം സഹായകരമാകും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും ഇത്തരത്തിൽ ഏകോപിതമായ രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന പൌരന്മാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ ഗതാഗത സൗകര്യങ്ങളും മറ്റ് സഹായങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി പൌരന്മാരുടെ അറിവ്, മൂല്യങ്ങൾ, കഴിവുകൾ എന്നിവയിൽ അധിഷ്ഠിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന ഇഗ്നോയുടെ 39ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ ജനത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിൽ സർവകലാശാല പരിവർത്തനാത്മക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG, PNG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. LPG വിതരണത്തിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായും അവർ വ്യക്തമാക്കി. വാണിജ്യ LPG വിതരണം 70% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. पेट्रोल, डीजल, LPG, PNG की सप्लाई सामान्य है. LPG डिस्ट्रीब्यूटरशिप्स पर कोई ड्राई आउट रिपोर्टेड नहीं है. इसी तरह सारे पेट्रोल पंप भी नॉर्मल ऑपरेट कर रहे हैं. LPG सिलेंडर्स की डिलीवरी नॉर्मल है. ऑनलाइन बुकिंग लगभग 96% है और DAC या OTP बेस्ड डिलीवरी लगभग 90% तक है. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൽ പറഞ്ഞു. 16 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിലായി 433 ഇന്ത്യൻ നാവികർ പടിഞ്ഞാറൻ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം ആരംഭിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. യുവതി പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി ശരിവയ്ക്കണമെന്ന് കേന്ദ്രം കോടതിയിൽ രേഖാമൂലം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ വരെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഇന്റർ കാശി പോരാട്ടം. ചെന്നൈയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഗുവാഹത്തിയിലാണ് മത്സരം. ഇന്നലത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നിന്ന് ഇന്ത്യ ആഫ്രിക്ക കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗം ചേർന്നു. വ്യാപാരം, നിക്ഷേപം, വായ്പാ രേഖകൾ, വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, പ്രതിരോധം എന്നിവയിലുൾപ്പെടെ വിവിധ മേഖലകളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം യോഗത്തിൽ ചർച്ച ചെയ്തു. തുടർച്ചയായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജമ്മു കാശ്മീരിലെ കരൂർ പാലത്തിനും ചന്ദർകോട്ടിനും ഇടയിലുള്ള ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ പരസ്യ പ്രചാരണത്തിന് സമാപനം. ഇനി വോട്ടെടുപ്പ് ദിനമായ വ്യാഴാഴ്ച വരെ നിശബ്ദ പ്രചാരണം. കേരളത്തിൽ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. സംസ്ഥാനത്ത് സുരക്ഷ ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG, PNG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്നും കേന്ദ്രം.
ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഇന്ത്യൻ കാശി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.